അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. ഞാൻ ഇപ്പം തന്നെ എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഹലോ നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് HSST സുവോളജിക്ക് അല്ലേ ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകേണ്ട ടേബിൾസ്, മസ്റ്റ് സ്റ്റഡി ടേബിൾസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് സ്ഥിരമായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. സ്ഥിരം ഒരു പാറ്റേണിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഹോർമോണുകൾ. അപ്പോൾ ഒരു ഹോർമോൺ, അതിൻ്റെ ഗ്ലാൻഡ്, അതിൻ്റെ ഡിസീസ്. അതുപോലെ ചിലപ്പോൾ എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, നമ്മുടെ IgM അല്ലെ ആൻറ്റിബോഡീസ് ചോദിക്കാറുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ചോദിക്കാറുണ്ട്. നമുക്ക് പല ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ ആപ്ലിക്കേഷൻ, ഇതൊക്കെ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമുക്കൊരു ടേബിൾസ് ആയിട്ട് പഠിക്കാം. അപ്പൊ എക്സാമിന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് ടേബിൾസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ, എല്ലാമല്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടേബിൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയുണ്ട്, നമുക്ക് വരുന്ന വീഡിയോസിലായിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഫസ്റ്റ് വൺ നോക്കിക്കേ, സിൻഡ്രോംസ് ആണ്. മിക്ക എക്സാമിനും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ നോക്കിയാലും ആരുണ്ടാവും? ഡൗൺ സിൻഡ്രോം കാണും അല്ലെ. ഡൗൺ സിൻഡ്രോമോ ടർണറോ. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്നൊരു എക്സാം നടന്നിട്ടുണ്ട്. ഇന്ന് ചോദിച്ചത് ടർണർ സിൻഡ്രോം ആണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ മിനിമം ആയിട്ട് ഇത്രയും എന്തായാലും പഠിക്കണം. ഡൗൺ സിൻഡ്രോം നമുക്കറിയാം, ട്രൈസോമി 21. ട്രൈസോമി എന്ന് പറയുമ്പോൾ അഡിഷൻ ആണ്, ക്രോമസോം ആഡ് ചെയ്തതാണ്. ഒരു ക്രോമസോം ആഡ് ചെയ്യപ്പെട്ടു. ഏത് ക്രോമസോം? 21st ക്രോമസോം. ഓക്കെ, സോ നോർമൽ കാരിയോടൈപ്പ് 46 ആണ്. അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യപ്പെട്ടു. ഏത് ക്രോമസോം ആഡ് ചെയ്യപ്പെട്ടു? 21st ക്രോമസോം ആഡ് ചെയ്യപ്പെട്ടു. സോ ടോട്ടൽ 47. കാരിയോടൈപ്പ് പഠിച്ചേക്കണം. ഇതാണ് ഇതും ചോദിക്കാം കേട്ടോ, തിരിച്ചും ചോദിക്കാം. ഏത് പാർട്ട് വേണമെങ്കിലും ഈ രണ്ട് കോളംസിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു ചോദിക്കാം കേട്ടോ. സോ ഡൗൺ സിൻഡ്രോം, ട്രൈസോമി 21, കാരിയോടൈപ്പ് പഠിക്കണം 47 + 21. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണം. ഓക്കെ, അടുത്തതാണ് ടർണർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ X0 എന്ന് പറയുമ്പോൾ ഒരു ക്രോമസോം അല്ല, അതായത് ആബ്സെൻസ് ഓഫ് ക്രോമസോം ആണ് അവിടെ കാണിക്കുന്നത്. സോ 46 മൈനസ് അല്ലെ -1, അപ്പൊ എത്രയായി? 45 ആയി. കാരിയോടൈപ്പ് പഠിച്ചേക്കണം. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്, 45X0. ടർണർ സിൻഡ്രോമിന്റെ കാരിയോടൈപ്പ് ഏതാണെന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് പഠിച്ചിട്ട് പോവാ. മോണോസോമിയാണ് 45X0, അതായത് ഒരു എക്സ് ക്രോമസോമിന്റെ കുറവാണ് ഇവിടെ കാണിക്കുന്നത്. ടർണർ സിൻഡ്രോം. അടുത്തത് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. നോക്കിക്കേ, ഓട്ടോസോം കറക്റ്റ് ആണ്. എന്താണ് ഓട്ടോസോം? നമുക്കറിയാം സെക്സ് ക്രോമസോം അല്ലാത്ത അല്ലെ. സെക്സ് ക്രോമസോം അഥവാ അല്ലോസോം എന്ന് പറയുമ്പോൾ നമ്മുടെ കേസിൽ എക്സും വൈയും ആണ്. മെയിൽ ആണെങ്കിൽ എക്സും വൈയും, ഫീമെയിൽ ആണെങ്കിൽ എക്സും എക്സും. ഇതാണ് നമ്മുടെ അല്ലോസോം അഥവാ സെക്സ് ക്രോമോസോം എന്ന് പറയുന്നത്. എക്സും ഫീമെയില്, എക്സും വൈയും മെയില്. ഇതാണ് അല്ലോസോം. ഇതല്ലാത്തതാണ് ഓട്ടോസോം. അപ്പൊ എത്ര ഓട്ടോസോം ഉണ്ട്? 22 ഓട്ടോസോം അല്ലെ. 22 പെയർ ഓട്ടോസോം. ദെൻ 1 അല്ലെ, എക്സ് അല്ലെങ്കിൽ വൈ, അതാണ് അല്ലോസോം. ഓക്കെ, അപ്പൊ 22 ഓട്ടോസോം, 22 പെയർ പറയണം ഒരാളാവുമ്പോഴത്തേക്കും. ശരി, അപ്പോൾ ഇവിടെ എത്ര? 22 + 22 44 ഓട്ടോസോം വരും. പ്ലസ് XXY കണ്ടോ, XXY അതായത് 5, 6, 7. സോ അങ്ങനെയാണ് ഇവിടെ 47 ടോട്ടൽ വന്നേക്കുന്നത് കണ്ടോ. 47 വന്നു. ഒരു എക്സ് കൂടുതലായിരിക്കും. XY ആയിരുന്നു വേണ്ടത്, XXY വന്നു, ഒരു എക്സ് കൂടുതലായിട്ട് വന്നു. സോ ദാറ്റ് ഈസ് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സ് അല്ലാത്ത കണ്ടീഷനും ഉണ്ട് കേട്ടോ, കൂടുതൽ എക്സ് വരുന്ന കണ്ടീഷൻസും ഉണ്ട്. ഇത് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സോ ഡൗൺ സിൻഡ്രോം, ട്രൈസോമി 21. ദെൻ ടർണർ സിൻഡ്രോം ഏതാണ്? മോണോസോമി X 45X0 കേട്ടോ, ഒരെണ്ണം കുറവ്. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം 47XXY. വെരി ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വൺ ഈസ് ക്രിഡു ചാറ്റ് സിൻഡ്രോം. അതായത് നമുക്ക് സ്ട്രക്ചറൽ ആൻഡ് ന്യൂമറിക്കൽ അബറേഷൻസ് ഓഫ് ക്രോമസോമിൽ
നമ്മളിപ്പോൾ കണ്ട ഡൗൺ സിൻഡ്രോം ആയിക്കോട്ടെ, ടർണർ സിൻഡ്രോം ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? ന്യൂമറിക്കൽ അബ്രേഷൻസ് ആണ്, നമ്പറിൽ വന്ന വ്യത്യാസങ്ങളാണ്. ഇത് നോക്കിക്കേ, ദിസ് സ്ട്രക്ചറൽ അബ്രേഷൻസ് ഓഫ് എ ക്രോമസോം. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കേ, ഡിലീഷൻ ആണ് നമ്മുടെ ഒരു ക്രോമസോം, 5th ക്രോമസോം. നമ്പർ ഓർത്ത് വെക്കണേ, 5ാമത്തെ ക്രോമസോമിന്റെ ചെറിയ ആം, ഷോർട്ട് ആം, ഇറ്റ് ഈസ് പി ആം. ഈ ഷോർട്ട് ആമിനെയാണ് നമ്മൾ പി ആം എന്ന് വിളിക്കുക, ലോങ് ആമിനെയാണ് നമ്മൾ ക്യൂ ആം എന്ന് വിളിക്കുക കേട്ടോ. അത് ഓർത്ത് വെക്കണം. ഇതിനൊരു കുറുക്ക് വഴിയുണ്ട്. പി എന്ന് പറയുമ്പോൾ അല്ലെ ലെങ്ത് കുറവാ, പി എന്ന് എഴുതുമ്പോൾ ഇത്രേ വരുള്ളൂ. ക്യൂ എന്ന് എഴുതുമ്പോഴോ കുറച്ചുകൂടെ വരും അല്ലെ, ഈ ഒരു പോർഷനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വരും. സോ അതുകൊണ്ട് തന്നെ ക്യൂ ലോങ് ആം എന്ന് ഓർക്കുക, പി ഷോർട്ട് ആം എന്ന് ഓർക്കുക. അപ്പൊ ഇത് കണ്ടോ, 5p മൈനസ് എന്ന് പറയുമ്പോൾ ഡിലീഷൻ ഓഫ് പി ആം, ഷോർട്ട് ആം ഓഫ് ദ ക്രോമസോം ആണ് ക്രിഡു-ചാഡ് സിൻഡ്രോം. ഒത്തിരി തവണ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് വൺ ഈസ് എഡ്വേർഡ് സിൻഡ്രോം, കോഡ് എഡ്വേർഡ് 18. എഡ്വേർഡ് 18ാമത്തെ ക്രോമസോം ട്രൈസോമി കൂടി, +18 ആണ്. സിമ്പിൾ, സെയിം. ദെൻ പാറ്റു, അപ്പൊ 47 വരുവേ, 47 വരും. പ്ലസ് എത്രയാണ്? 47 +18 ആണ് കണ്ടീഷൻ. നമ്മുടെ ഡൗൺ സിൻഡ്രോം പോലെ അത് +21, ഇത് +18. ദെൻ നെക്സ്റ്റ് വൺ പാറ്റു സിൻഡ്രോം അല്ലെങ്കിൽ പറ്റാവു സിൻഡ്രോം ട്രൈസോമി 13 ആണ്. ഓക്കെ, എഡ്വേർഡ് 18, പറ്റാവു സിൻഡ്രോം 13. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചേക്കണം. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഡിസീസ്, ക്രോമസോമൽ അബ്രേഷൻ, സ്ട്രക്ചറലും ന്യൂമറിക്കലും ഉണ്ട്. ന്യൂമറിക്കലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത്. അതിൽ സ്ട്രക്ചറൽ എപ്പോഴും ചോദിക്കുന്ന ഒരെണ്ണമാണ് ക്രിഡു-ചാഡ് സിൻഡ്രോം, പഠിച്ചേക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഒരു പ്രാവശ്യം ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എത്ര ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്? അവിടെ മുതൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇൻക്ലൂഡിങ് സബ് ടൈപ്പ് വരെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നോക്കിയിട്ട് പോകണം. ഞാനിപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ എക്സാമിന് മുമ്പ് നോക്കേണ്ട ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്, ഇമ്മ്യൂണോഗ്ലോബിന്റെ ക്ലാസ്സുകൾ. സോ ഫസ്റ്റ് വൺ IgG, കുറേ പ്രത്യേകതകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. മോസ്റ്റ് അബണ്ടന്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് IgG, മോസ്റ്റ് അബണ്ടന്റ്. പ്ലാസെന്റ ക്രോസ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ അതും IgG ആണ്. ദെൻ അതുപോലെ തന്നെ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ നമുക്കറിയാം, ഒരു ആന്റിജൻ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു അല്ലെ, ഫസ്റ്റ് വരുന്ന റെസ്പോൺസ് ആണ് പ്രൈമറി റെസ്പോൺസ്. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ സെയിം ആന്റിജൻ വരുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ് ആണ് സെക്കൻഡറി റെസ്പോൺസ്. അപ്പൊ ഇവിടെ നോക്കിയേ, സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ ആക്റ്റീവ് ആകുന്നതും IgG ആണ് കേട്ടോ. ഓർത്തേക്കുക, സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് വരുന്ന സമയത്തും IgG ആണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. സോ മോണോമർ ആണ് ഓർക്കുക. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എ മോണോമർ, ഒരൊറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. IgM പെൻഡാമർ ആണ്, ഇത് മോണോമർ ആണ്, ഓർക്കണം. IgG മോസ്റ്റ് അബണ്ടന്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, ക്രോസ് പ്ലാസെന്റ അല്ലെ, എന്നത് കുട്ടിക്ക് പാസീവ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അവിടുത്തെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് IgA. സോ IgG മോണോമർ ആണ്, IgA ഡൈമർ ആണ്. സെക്രീഷനിലാണ് ഇത് കാണപ്പെടുന്നത്, സെക്രീഷനിൽ ഇത് ഡൈമർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, മ്യൂക്കോസൽ സെക്രീഷൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ആണ്. ദെൻ അതായത് സെക്രീഷൻസിൽ സലൈവ, ടീയേഴ്സ്, അതുപോലെ മിൽക്ക്, റെസ്പിറേറ്ററി, ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലെ സെക്രീഷൻസ് അല്ലെ, ഇതിലെല്ലാത്തിലും നമുക്ക് IgA കാണാം. ദെൻ പ്രൊട്ടക്ട് ബോഡി സർഫസ്. ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട്, സെക്രീറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ മ്യൂക്കോസൽ സെക്രീഷൻസിലൊക്കെ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ചോദിച്ചിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ IgM ആണ്, പെൻഡാമർ ആണ്. IgM പെൻഡാമർ ആണ് കേട്ടോ. ദെൻ ഇതാണ് പ്രൈമറി, ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി. അതായത് പ്രൈമറി റെസ്പോൺസിൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡിയാണ് IgM. ഓർത്ത് വെച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ എക്സലന്റ് കോംപ്ലിമെന്റ് ആക്ടിവേറ്റർ, കോംപ്ലിമെന്റ് ആക്ടിവേഷനിൽ റോൾ ഉണ്ട്, അത് IgGക്കും ഉണ്ട് കേട്ടോ. കോംപ്ലിമെന്റ് ആക്ടിവേഷനിൽ IgMന് മാത്രമല്ല IgGക്കും ഉണ്ട്. ദെൻ ഏറ്റവും വലുത്, കാരണം പെൻഡാമർ ആണ് ഏറ്റവും വലുത്, ലാർജസ്റ്റും ആരാണ്? IgM ആണ്, കാരണം പെൻഡാമർ അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ IgE മോണോമർ ആണ്, ഡൈമർ പറഞ്ഞത് IgA ആണ് അല്ലെ. IgE എന്ന് പറയുന്നത് മോണോമർ ആണ്. IG എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം, ഇറ്റ് ഈസ് അലർജിക്. IgE
അലർജിക് റിയാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇതാ മാസ്റ്റ് സെല്ലിലും അല്ലെ ബേസോഫിലും ഒക്കെ ബൈൻഡ് ചെയ്ത് അലർജിക് റിയാക്ഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് കാരണമായിട്ടുള്ളത്. ഇതാ ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു എക്സാം നടന്നു, അതിലും ചോദിച്ചിരുന്നു ഈ പറയുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആന്റിബോഡി, ഇറ്റ് ഇസ് IgE ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഡിഫൻസ് അഗെയിൻസ്റ്റ് ഹെൽമിൻതസ്, ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. IgE അലർജി, അതുപോലെ ഹെൽമിന്ത് വർമ്സിനെതിരെയുള്ള ഡിഫൻസ് ഒക്കെ IgE ആണ്. IgD ഈസ് ഓൾസോ മോണോമർ. സോ മോണോമർ നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ്? മോണോമർ IgG വരുന്നുണ്ട്, E വരുന്നുണ്ട്, D വരുന്നുണ്ട് അല്ലെ. ദെൻ പെൻഡാമർ M ആണ്, ഡൈമർ A ആണ്, അതും നോക്കണം, കാരണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കാം. ദെൻ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സ്മോൾ എമൗണ്ട്സ്, കുറവേ ഉള്ളൂ, IgD ആണ് പറയുന്നത്. ദെൻ റിസപ്റ്റർ ഓൺ ഇമ്മച്വർ ബി സെൽസ്, അതായത് നേവ് ബി സെൽസ്, ആന്റിജനെ എൻകൗണ്ടർ ചെയ്യാത്ത ബി സെൽസിനെയാണ് നമ്മൾ നേവ് ബി സെൽസ് എന്ന് വിളിക്കുക. അപ്പം അവരിൽ റിസപ്റ്റർ ആയിട്ട് കാണപ്പെടുന്നത് IgD ആണ്. ആൻഡ് ഫങ്ഷൻ ഫുള്ളായിട്ട് ക്ലിയർ അല്ല. ഇത്രയും IgD അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോകണം. ധാരാളം ഇനിയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഈ പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുണ്ട്. ഇത് കീ പോയിന്റ്സ് ആണ്. ഇത് നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് പഠിച്ചിട്ട് വേണം ബിൽഡപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ കാണാം. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്, പഠിക്കണം, ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ, മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഈ തരത്തിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ആക്കണം, വൈറ്റമിൻസ് ആക്കണം, കാരണം ഇവിടെ നിന്നൊക്കെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരാം. സോ ഞാൻ ഹോർമോണിൻ്റെ ആണ് ഇപ്പോൾ ആക്കിയേക്കുന്നത്. പ്രധാനപ്പെട്ട ഹോർമോൺസ്, അതിൻ്റെ ഗ്ലാൻഡ്സ്, ഡിസീസ്, എളുപ്പത്തിന് പഠിക്കാം. ആ ഒരു ചാപ്റ്ററെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ പിറ്റ്യൂട്ടറി ആണ് അല്ലേ. പിറ്റ്യൂട്ടറിക്ക് നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്. അഡിനോ ഹൈപ്പോഫൈസിസും അതുപോലെ തന്നെ posterior pituitary is called neurohypophysis. Okay, adenohypophysis പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഹോർമോൺ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ. ഇത് ഇത്രയും നമ്മുടെ അഡിനോഹൈപ്പോഫൈസിസ് അഥവാ ആന്റിരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യും. ഫങ്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാലോ, ഗ്രോത്ത് ആണ്. ബാക്കിയുള്ള ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, അതുപോലെ ബാക്കിയുള്ള ഗ്ലാൻഡുകളെ, ഇപ്പൊ TSH ആണെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഇത് FSHും LHും ഗൊണാഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടുന്ന് വേണ്ട ഹോർമോൺസിനെ റിലീസ് ചെയ്യാനായിട്ട്, ഈസ്ട്രജനോ പ്രൊജസ്ട്രോണോ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണോ അതിനെയൊക്കെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, പ്രൊലാക്റ്റിൻ നമുക്കറിയാം. എന്താണ് പ്രൊലാക്റ്റിന്റെ ഫങ്ഷൻ? മിൽക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ട് ഹോർമോൺ അവിടെ പഠിക്കണം. മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട് 2 ഹോർമോൺസ് ആർ ദെയർ. ഒന്ന് പ്രൊലാക്റ്റിൻ, രണ്ട് ഓക്സിറ്റോസിൻ. ഓക്കെ, സോ പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് PP അങ്ങനെ ഓർത്താൽ മതി. പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് മിൽക്കാണ്. ദെൻ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായി ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അഥവാ ന്യൂറോഹൈപ്പോഫൈസിസ് ആണ്. ഇവിടെ ഓക്സിറ്റോസിൻ എന്താ ചെയ്യുന്നത്? ഓക്സിറ്റോസിൻ ഊസ് ഔട്ട് മിൽക്ക്, കോഡായിട്ടാണ് ഊസ് ഔട്ട്, റിലീസ് മിൽക്ക് എന്ന് ഓർത്താ ആണ് ശരിക്കും, ഊസ് ഔട്ട് എന്ന് ഓർത്താൽ മതി. ഓക്സിറ്റോസിൻ, O4O, ഓക്സിറ്റോസിൻ ഊസ് ഔട്ട് മിൽക്ക്, അങ്ങനെ ഓർത്താൽ എളുപ്പത്തിൽ. ഇതിൽ ഇത് മാറിപ്പോവും. നമ്മൾ പണ്ടും പഠിക്കുന്നതാണ്. പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് മിൽക്ക്, ഓക്സിറ്റോസിൻ ഊസ് ഔട്ട് മിൽക്ക് അല്ലെങ്കിൽ റിലീസ് മിൽക്ക്. ഓക്കെ, പഠിച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ഹൈപ്പോസെക്രീഷൻ, ഗ്രോത്ത് ഹോർമോൺ ഡിസീസ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ്. ഹൈപ്പോസെക്രീഷൻ ഡ്വാർഫിസത്തിന് കാരണമാകും. ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ജൈജാൻറ്റിസം ഉണ്ടാവും, കണ്ടോ? അതുപോലെ അഡൾട്ടിലാണെങ്കിൽ സെയിം അക്രോമെഗലി ഉണ്ടാവും. അഡൾട്ടിൽ കൂടിക്കഴിഞ്ഞാൽ അക്രോമെഗാലി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി കുറേ എക്സാമുകൾക്ക് നീറ്റ് മുതൽ അങ്ങോട്ടും നീറ്റ് മുതൽ മേളിലോട്ട് ചോദിച്ചിരിക്കുന്ന അല്ലെ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ നമുക്ക് ഈ ഒരു സാധനം കാണാം. ന്യൂറോ ഹൈപ്പോഫൈസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ്? പ്രൊഡ്യൂസ് അല്ല, ആക്ച്വലി ഇത് സ്റ്റോർ ആണ് ചെയ്യുന്നത് കേട്ടോ. അതായത് വാസോപ്രസിനും ഓക്സിറ്റോസിനും, നമ്മൾ ഇവിടെ പറഞ്ഞ മിൽക്കിനെ റിലീസ് ചെയ്യിപ്പിക്കുന്ന ഓക്സിറ്റോസിൻ ഉൾപ്പെടെയുള്ള ഹോർമോണുകളെ റിലീസ് ചെയ്യുന്നത് എവിടുന്നാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. ആക്ച്വലി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ഈ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാസോപ്രസിനും ഓക്സിറ്റോസിനും അല്ലെങ്കിൽ ADHും ഓക്സിറ്റോസിനും അവിടുന്ന് ചില നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ അവിടെ കുറച്ച് കണക്ഷൻസ് ഉണ്ട്, നെർവ് കണക്ഷൻസ് ഉണ്ട്. ആ നെർവിൻ്റെ ആക്സോൺ വഴി നേരെ
പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വരികയും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ആവശ്യമുള്ളപ്പോൾ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വാട്ടർ ബാലൻസ്, അതാണ് നമ്മൾ വാസോപ്രസിനെ ADH ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് എ റോൾ ഇൻ വാട്ടർ ബാലൻസ്. ദെൻ യൂട്രൈൻ കൺട്രാക്ഷൻ, അതായത് നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് യൂട്രസ് കൺട്രാക്ട് ചെയ്യണം. സോ അതിന് വേണം ആര്? ഓക്സിറ്റോസിൻ വേണം. ദെൻ മിൽക്ക് ഇജക്ഷൻ, മിൽക്ക് ഊസ് ഔട്ട്, ആരാണ്? ഓക്സിറ്റോസിൻ. ഓർത്തേക്കണം. സോ ADH കുറയുക, ADH കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ പറഞ്ഞു വാട്ടർ ബാലൻസിൽ വേണം. അവിടെ ഉണ്ടാകുന്നതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. മറക്കരുത്, 2 ഡയബറ്റിസ് ഉണ്ട്, ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഡയബറ്റിസ് മെലിറ്റസും ഉണ്ട്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താണ് പ്രത്യേകത? ADHന്റെ കുറവാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പാൻക്രിയാസ് പഠിക്കും. പാൻക്രിയാസിന്റെ എന്താണ് സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏത് സെൽസ് ആണ്? ബീറ്റ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡയബറ്റിസ് ആണ് ഡയബറ്റിസ് മെലിറ്റസ്. തിരിഞ്ഞു പോരുത്, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ADH കൂടി കഴിയുമ്പോൾ വാട്ടർ റീടെൻഷൻ കൂടും, ഓർത്ത് വയ്ക്കുക. സോ നെക്സ്റ്റ് വൺ തൈറോയിഡ് ആണ്. T3 T4 തൈറോക്സിനും കാൽസിറ്റോണിനും ആണ്. മെറ്റബോളിസത്തിനും ഗ്രോത്തിനും ഇമ്പോർട്ടന്റ് ആണ്. കാൽഷ്യം റെഗുലേഷൻ വെരി ഇമ്പോർട്ടന്റ്, ചോദിച്ചിട്ടുണ്ട് PYQ. ദെൻ കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം, കുറഞ്ഞു. ക്രെറ്റിനിസം, കുട്ടികളിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം. തൈറോക്സിൻ കുറഞ്ഞു. മിക്സഡിമ സെയിം കണ്ടീഷൻ, കുറയാണ് അഡൾട്ടില്. കൂടിക്കഴിഞ്ഞാലോ ഗ്രേവ്സ് ഡിസീസ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ളതാണ്, ഇപ്പൊ നമ്മൾ അത്രയും പോകുന്നില്ല. ഗ്രേവ്സ് ഡിസീസ് PYQ കണ്ടോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ ടേബിളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഗ്രേവ്സ് ഡിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ചോദിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പാരാതൈറോയിഡ്. പാരാതോർമോൺ ബ്ലഡ് കാൽഷ്യം റെഗുലേഷൻ ആണ്. കാൽസിറ്റോണിനും പാരാതോർമോണും ഒരുമിച്ചാണ് കാൽഷ്യം ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹൈപ്പോസെക്രീഷൻ കണ്ടോ, ഹൈപ്പോസെക്രീഷൻ ടെറ്റനിക്ക് കാരണമാകും. ഹൈപ്പർ സെക്രീഷൻ ഓസ്റ്റിയോപോറസിന് കാരണമാകും. ജസ്റ്റ് നോക്കിയാൽ മതി. അഡ്രിനൽ കോർട്ടെക്സ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ആൻഡ്രോജൻസ് അല്ലെ, കുറച്ച് ആൻഡ്രോജൻസും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെസ് റെസ്പോൺസും സോൾട്ട് ബാലൻസും ആണ്. ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് ഓർത്തേക്കണേ, എല്ലാവർക്കും അറിയാം. ദെൻ കോർട്ടിസോൾ കുറഞ്ഞാൽ അഡിസൺ ഡിസീസ്. കോഡ് മാറിപ്പോവും എല്ലാവർക്കും, കോഡുണ്ട്. കുറഞ്ഞാൽ അല്ലെ, ആഡ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് അഡിസൺ ഡിസീസ് അല്ലെ, കുറയുക ആണ്. ആഡ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് അഡിസൺ ഡിസീസ്. ദെൻ കോർട്ടിസോൾ കൂടിയാൽ കുഷിംഗ് സിൻഡ്രോം, അങ്ങനെ ഓർക്കുക. നെക്സ്റ്റ് വൺ അഡ്രിനൽ മെഡുല്ലയാണ്. നമ്മുടെ കിഡ്നിയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ്. അതിന്റെ പുറം ഭാഗമാണ് അഡ്രിനൽ കോർട്ടെക്സ്, ഉൾഭാഗമാണ് അഡ്രിനൽ മെഡുല്ല. കോർട്ടെക്സ് നമ്മൾ പറഞ്ഞു. ദെൻ മെഡുല്ല അഡ്രിനാലിനും ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ നോക്കിക്കേ, ആൽഡോസ്റ്റിറോൺ, ആൻഡ്രോജൻസ് ഇവിടെ അല്ല. സ്ട്രെസ് റെസ്പോൺസിന് റോളുണ്ട്. ഫ്ലൈറ്റ് ഫൈറ്റ് റെസ്പോൺസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ, അഡ്രിനാലിനാണ്. മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുമിച്ചാന്ന് വിചാരിച്ചു, സെപ്പറേഷൻ ഉണ്ട്. അഡ്രിനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ അഡ്രിനാലിൻ, ദാറ്റ് ഇസ് ഫ്ലൈറ്റ് ഫൈറ്റ് റെസ്പോൺസ്. അതാണ്, മറക്കരുത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് അഡ്രിനാലിൻ ആണ്. ദെൻ കാറ്റക്കോളമിൻസ് കൂടുന്നു, ഹൈപ്പർ സെക്രീഷൻ ആണ്. സോ ഇറ്റ് ലീഡ് ടു ഹൈപ്പർ ടെൻഷൻ ആണ്. അത് പഠിച്ചാൽ മതി, മറ്റേത് പഠിക്കണം എന്നില്ല, എക്സ്ട്രാ കൊടുത്തു മാത്രം. നെക്സ്റ്റ് വൺ പാൻക്രിയാസ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടെ പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ആൽഫ, ബീറ്റയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസിപ്പിഡസോ ADHന്റെ കുറവാണ്. ദെൻ ഇത് വേണമെന്നില്ല, റയറാണ്, ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് വൺ ഈസ് ഓവറി പ്രൊഡ്യൂസ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ദെൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്ട്രജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, അതുപോലെ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവും. ഒന്നും ചോദിക്കില്ല, പേരുള്ള ഡിസീസ് മാത്രം പഠിച്ചാൽ മതി. കൂടിക്കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ക്യാൻസർ റിസ്ക് ഉണ്ട്, പഠിക്കണ്ട, ചോദിക്കില്ല. നെക്സ്റ്റ് വൺ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. അവിടുത്തെ ഏത് സെൽസ് ആണ്? ലെയ്ഡിങ് സെൽസ്. നമുക്കറിയാം ടെസ്റ്റിസിനകത്ത് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഇതിനകത്ത് 1, 2, 3 സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. സോ ഇൻ ബിറ്റ്വീൻ സെമിനിഫറസ് ട്യൂബ്യൂൾ കാണപ്പെടുന്ന സെൽസ് ആണ് ഈ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലെയ്ഡിങ് സെൽസ്. ദേ പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ കേട്ടോ. അവിടെയും ഡിസീസ് ഒന്നും ഇല്ല. ദെൻ പ്ലാസൻ എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പാകത്തിനുള്ള ഡിസീസ് ഒന്നും ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്ലാസൻഡ, എപ്പോഴും ചോദിക്കും.
ഇവിടെ HCG ഹ്യൂമൻ കൊറിയോണിക് ഗോണഡോട്രോഫിൻ, ഹ്യൂമൻ എന്താണ് പ്ലാസെന്റൽ ലാക്ടജൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ HPL. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസെന്റ. അപ്പൊ ഇതും കൂടെ അറിഞ്ഞിരിക്കണം. ഈ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും, HCG പ്രൊഡ്യൂസ് ചെയ്യും, HPL ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. ഞാൻ ഇപ്പം തന്നെ എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം നമ്മളിപ്പം പ്രധാനപ്പെട്ട കുറച്ച് ടേബിൾസ് കണ്ടു അല്ലേ. നെക്സ്റ്റ് നോക്കിക്കേ, ബ്ലോട്ടിംഗ് ടെക്നിക്സ്. ഇത് സിമ്പിളാണ്, അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്ന് നോക്കുക. പ്രധാനമായിട്ടും ഒരു 3 എല്ലാവർക്കും അറിയാം. വെസ്റ്റേൺ, ഈസ്റ്റേൺ, സദേൺ, അല്ല വെസ്റ്റേൺ, നോർത്തേൺ, സദേൺ, ഈസ്റ്റേണും കൂടെ ഒന്ന് പഠിച്ചേക്കുക. സോ സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ DNA വേണ്ടിയിട്ട് ചെയ്യുന്ന ബ്ലോട്ടിംഗ് ആണ്. ടാർഗറ്റ് എന്താണ്? DNA ആണ്. ഇവിടെ DNA ഡിറ്റക്ട് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോബാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് ഓർത്ത് വെക്കണം. ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോബ് ആൻഡ് പ്രൈമർ. പ്രൈമർ എന്ന് പറയുമ്പോൾ നമ്മൾ PCR ഉദാഹരണം നമ്മൾ PCR പ്രൈമർ യൂസ് ചെയ്യും അല്ലേ. ദാറ്റ് മീൻസ് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ആണ്. ദിസ് ഇസ് ടെംപ്ലേറ്റിൽ പ്രൈമർ ബൈൻഡ് ചെയ്യുന്നു, പ്രൊവൈഡ് 3' OH ഫോർ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ. അതാണ് പ്രൈമർ, കോംപ്ലിമെന്ററി ആണ്, ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് പ്രോബ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ്, ഇറ്റ് ഈസ് ഓൾസോ കോംപ്ലിമെന്ററി ആൻഡ് ഇറ്റ് ഈസ് ലേബിൾഡും കൂടെ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്രോബ്. ഇത് ലേബിൾഡും കൂടെ ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? പ്രോബ് എന്ന് വിളിക്കുക. പ്രൈമർ എന്ന് വിളിക്കുമ്പോഴോ ഇറ്റ് ഈസ് നോട്ട് ലേബിൾഡ്. മനസ്സിലാവുമല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് പ്രത്യേകത. സോ സദേൺ ബ്ലോട്ടിൽ നമ്മൾ പ്രോബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോർത്തേൺ ബ്ലോട്ട്. നോർത്തേൺ ബ്ലോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ടാർഗറ്റ് RNA ആണ്. ഓക്കെ, നമ്മൾ എന്താ പറയുക, RNA ഐസൊലേറ്റ് ചെയ്യുന്നു, ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നു, ബ്ലോട്ട് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ പ്രോബ് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ സെയിം DNA പോലെ തന്നെ, പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് RNA ആണെന്ന് മാത്രം. സെയിം, ബാക്കിയൊക്കെ സെയിം. ടു സ്റ്റഡി ദ ജീൻ എക്സ്പ്രഷൻ. നെക്സ്റ്റ് വൺ ഈസ് വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. ഇവിടെ ഉറപ്പായിട്ടും ടാർഗറ്റ് മോളിക്യൂൾ പ്രോട്ടീൻ ആണ്. സോ നമ്മൾ നോക്കുന്നത് പ്രോട്ടീനെയാണ്. അപ്പൊ പ്രോബ് യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് നോർത്തേൺ ബ്ലോട്ട് ഓർ സദേൺ ബ്ലോട്ട്. ഇറ്റ് ഈസ് ലൈക്ക് ഇവിടെ പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് വി ഹാവ് ടു യൂസ് ആൻറ്റിബോഡി. പ്രോബ് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മളിവിടെ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യണം കേട്ടോ. ആൻറ്റിബോഡിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഈസ്റ്റേൺ ബ്ലോട്ടിംഗ്. കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഈസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. ട്രാൻസ്ലേഷൻ കഴിയുമ്പോൾ നമുക്കറിയാലോ ഈ പ്രോട്ടീന് കുറേ വ്യത്യാസങ്ങളൊക്കെ വരും. അതായത് നമ്മൾ ചിലപ്പം ഗ്ലൈക്കോ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്ത് വിടും അല്ലേ. അപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആയിട്ടുള്ള പ്രോട്ടീൻസിനൊക്കെ കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്ത് വിടും, ലിപ്പിഡ്സ് ആഡ് ചെയ്ത് വിടും. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഫോസ്ഫോറിലേഷൻ, ഗ്ലൈക്കോസിലേഷൻ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ. സോ ഫോർ ഡിറ്റക്ടിങ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഓഫ് എ പ്രോട്ടീൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈസ്റ്റേൺ ബ്ലോട്ട് ചെയ്യുന്നത്. ഇനിയുണ്ട് ഡോട്ട് ബ്ലോട്ട് ഉണ്ട്. അതെല്ലാത്തിനും ചെയ്യാം, ഈ പറഞ്ഞ എല്ലാത്തിനും ചെയ്യാം. ഒരു ഷോർട്ടർ വേർഷനാണ് ഡോട്ട് ബ്ലോട്ട് എന്ന് പറയുന്നത്. അതും ചോദിക്കാവേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ടേബിളും കൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തതാണ് MHC. വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇമ്മ്യൂണോളജിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് MHC. നോക്കിക്കേ, ക്ലാസ് 1 എല്ലാത്തിലും ഉണ്ട്. ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽ കണ്ടോ, എക്സെപ്റ്റ് RBCക്ക് ന്യൂക്ലിയസ് ഇല്ലല്ലോ അല്ലെ. മാമൽസിന്റെ RBCക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്, ഫിഷ്, ആംഫീബിയ, അവർക്കൊക്കെ ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ മാമൽസിന്റെ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിലും ഈ പറയുന്ന MHC ക്ലാസ് 1 ഉണ്ടാകും. ഓക്കെ, ദെൻ MHC ക്ലാസ് 2 ആണെങ്കിലോ ഓൺലി ഓൺ APCs അല്ലെ, മാക്രോഫേജ്, ഡെൻഡ്രൈറ്റിക് സെൽസ്, ബി സെൽസ് പോലെയുള്ള എന്താണ് പ്രസന്റ് ചെയ്യുന്ന ആന്റിജനെ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്ന സെൽസ്, ആന്റിജൻ പ്രസന്റിങ് സെൽസിലാണ് MHC ക്ലാസ് 2 ഉണ്ടാവുക. ദെൻ എൻഡോജീനസ് ആന്റിജനെയാണ് ക്ലാസ് 1 പ്രസന്റ് ചെയ്യുക. അതായത് നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വൈറസ് അല്ലെ, വൈറൽ പ്രോട്ടീൻസ്, ട്യൂമറിന്റെ ആന്റിജൻസിനെയൊക്കെ പ്രസന്റ് ചെയ്യാനാണ് MHC ക്ലാസ് 1. കണ്ടോ, എല്ലാ സെൽസിലും ഉള്ള
ക്ലാസ് 1നെ ഉപയോഗിക്കുന്നത് എൻഡോജീനസ് ആന്റിജൻ, ഓർത്തേക്കണം ഇമ്പോർട്ടൻറ്റ്, എൻഡോജീനസ് ആന്റിജനെ പ്രസന്റ് ചെയ്യാനാണ്. എക്സോജീനസിനെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ് 2 യൂസ് ചെയ്യുന്നത്. എക്സോജീനസ് ആണ്. എക്സാമ്പിൾ നമ്മുടെ ബാക്ടീരിയ, പാരസൈറ്റ്, അല്ലെ, ഈ വക സാധനങ്ങൾ. നെക്സ്റ്റ് വൺ റെക്കഗ്നീഷൻ ആരാണ്? അതിനൊരു കോഡ് പറയാം. MHC2 എന്ന് പറയുമ്പോൾ, അല്ലെ, ഇതാണ് 2. സോ MHC2 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2നെ എന്താക്കാം? 4 ആക്കാം. ഓക്കെ, 4 ആയില്ലേ? സോ CD4 അങ്ങനെ ഓർക്കുക. CD4 അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കണ്ടോ, അതായത് ടി സെല്ലിലേക്ക് CD4 ടി സെല്ലിലേക്ക് MHC പ്രസന്റ് ചെയ്യുന്നത് ഏത്, അല്ലെ, ഏത് MHC ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്? ഏത് MHC ആയിരിക്കും? ക്ലാസ് 2 ആയിരിക്കും. 2 ആയിരിക്കും CD4ലേക്ക് പ്രസന്റ് ചെയ്യുക. 2 ആയിരിക്കും 4ലേക്ക് പ്രസന്റ് ചെയ്യുക. അങ്ങനെ ഓർക്കുക. അങ്ങനെയാണ് 2 ആയിരിക്കും 4ലേക്ക് പ്രസന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവരെ ഒന്ന് മാറ്റാം. MHC1 ആണെങ്കിലോ CD8 ടി സെല്ലിലേക്കായിരിക്കും. ഓക്കെ, CD8 ടി സെല്ലിലേക്കായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണം. MHC1 CD8ലേക്ക്. CD8 സൈറ്റോടോക്സിക് ടി സെൽ, CD4 ഈസ് ഹെൽപ്പർ ടി സെൽ. നമുക്കതൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ പോയിന്റ്സ് ആണ് എക്സാമിന് ചോദിക്കാം. ദെൻ ഫംഗ്ഷൻ നോക്കിക്കേ, കിൽസ് ഇൻഫെക്റ്റഡ് സെൽ, മറ്റത് ആക്ടിവേറ്റ് ബി സെൽസ്, മാക്രോഫേജ് ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടേബിൾസ് ആണ്. മസ്റ്റ് സ്റ്റഡി ടേബിളിന്റെ ഫസ്റ്റ് പാർട്ടാണ് കണ്ടത്. നമുക്കറിയാം ഇതൊക്കെ വലിയ വലിയ ടോപ്പിക്സ് ആണ്. ഇത് മൊത്തം നമുക്ക് ഈ ഒരു ചെറിയ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ടേബിൾ നോക്കിയത്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കണം, ടേബിൾസ് ആയിട്ട് നോക്കണം. അങ്ങനെ കുറച്ച് നുറുക്ക് വഴികളിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് റിവൈസ് ചെയ്യാനും നന്നായിട്ട് ഓർക്കാനും സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ചെറിയ ഒരു ബ്രീഫ് ക്യാപ്സ്യൂൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് നമ്മൾ കൂടുതലായിട്ടും ടേബിൾസ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടും ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.